നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മൾ പഠിക്കാൻ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതൊരു സ്ഥാപനങ്ങൾക്കും കോഴ്സുകൾക്കും അംഗീകാരം നൽകുന്ന ഔദ്യോഗിക സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം നമ്മൾ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ അംഗീകാരമുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരു +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സ് പഠിക്കാൻ ചേരാൻ പാടുള്ളൂ. ഇപ്പം മർച്ചൻ്റ് നേവി സംബന്ധമായ കോഴ്സുകൾക്ക് ഒത്തിരി കുട്ടികൾ പോകാറുണ്ട്. ഈ വലിയ തുക ശമ്പളം കിട്ടുന്ന ജോലി ആയതുകൊണ്ട് തന്നെ ഈ മർച്ചൻ്റ് നേവി കോഴ്സുകൾ പഠിക്കാനും നല്ല തുക ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മർച്ചൻ്റ് നേവി രംഗത്ത് ഒത്തിരി ഇങ്ങനെ കള്ളനാണയങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മർച്ചൻ്റ് നേവി സംബന്ധമായിട്ടുള്ള കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ അവർ അംഗീകാരം കൊടുത്തേക്കുന്ന സ്ഥാപനങ്ങളിൽ മാത്രമേ നിങ്ങൾ ഈ മർച്ചൻ്റ് നേവി സംബന്ധമായിട്ടുള്ള ഏതൊരു കോഴ്സും പഠിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഒരു മറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവരെടുക്കത്തില്ല, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകാനൊന്നും സാധിക്കത്തില്ല. ഇപ്പോൾ എൻജിനീയറിംഗ് കോഴ്സുകൾക്ക് കേരളത്തിലും പുറത്തുമൊക്കെ ഒത്തിരി കുട്ടികൾ പോകാറുണ്ട്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിന് AICTEയുടെ അംഗീകാരമുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് MBAയുടെ അംഗീകാരമുണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ AICTEയുടെ അംഗീകാരം ചിലപ്പോൾ സ്ഥാപനത്തിന് കാണും. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് അല്ലെങ്കിൽ ആ ബ്രാഞ്ചിന് MBAയുടെ ഒക്കെ അംഗീകാരമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ കോഴ്സിന് ചേരുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഒത്തിരി കുട്ടികൾ സ്വാശ്രയ കോളേജുകളിൽ ചേരാറുണ്ട്. ഇപ്പോൾ പല സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കലിലാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ആ സ്ഥാപനം നിലനിന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കയറി കഴിഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ അയക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപനം തന്നെ ചിലപ്പോൾ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെൻറ്റൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നഴ്സിങ്ങിന് ചേരുവാണെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ ചേരാൻ പാടുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം സർക്കാരൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ഈ നഴ്സിംഗ് കൗൺസിലിൻ്റെയൊക്കെ അംഗീകാരമില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് ഈ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ലാതായിപ്പോകും. ഇപ്പോൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള കോഴ്സുകളൊക്കെ, അതായത് ഇപ്പോൾ സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ, ഒക്യുപ്പേഷണൽ തെറാപ്പി അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ അതിന് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ സ്പെഷ്യൽ BEd ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് കാണും. അപ്പോൾ ഇവരുടെ അംഗീകാരമില്ലെങ്കിൽ നിങ്ങൾക്കൊരു സർക്കാർ സ്ഥാപനത്തിലൊന്നും ഒരിക്കലും ജോലിക്ക് കയറാൻ സാധിക്കത്തില്ല. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ ലാബ് ടെക്നീഷ്യന്, ഡെൻ്റൽ ഹൈജീൻ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ അടുത്ത നാളിൽ കൊല്ലത്തുനിന്നൊരു വാർത്ത വന്നിരുന്നു, ആ സ്ഥാപനത്തിന് അംഗീകാരമില്ല, അവിടെ കുട്ടികളിങ്ങനെ കരഞ്ഞ് പ്രതിഷേധിക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ചേരാം. ഇപ്പോൾ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളും ഈ ഡെൻ്റൽ ഹൈജീൻ അതൊക്കെ PSC ഒക്കെ ഇങ്ങനെ നിയമനം നടത്താറുണ്ട് ആശുപത്രി വഴിയൊക്കെ. അപ്പം നിങ്ങൾ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ DME വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ അവരുടെ വെബ്സൈറ്റിലുണ്ട് ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്താനുള്ള അംഗീകാരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾ 2 വർഷത്തെ ലാബ് ടെക്നീഷ്യനാണെങ്കിലും ഡെൻ്റൽ ഹൈജീൻ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പോയി ചേരാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു PSC ഒക്കെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നൊക്കെ പറയുന്നത് നല്ല അധ്യാപകരുണ്ടായിരിക്കണം. പിന്നെ ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല ലാബ്, പിന്നെ കെട്ടിട സൗകര്യങ്ങൾ, ഇപ്പോൾ ഹോസ്റ്റല്, ഇപ്പം നമുക്കൊരു സുരക്ഷിതത്വമൊക്കെ കിട്ടുന്ന നല്ല മാനേജ്മെൻറ്റ് അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഒരു സ്ഥാപനത്തിൽ ചേരാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം അന്വേഷിക്കേണ്ടത്, നിങ്ങൾ ഏത് കോഴ്സാണെങ്കിലും ചേരുമ്പോൾ അതിപ്പോൾ ഡിപ്ലോമയോ ഡിഗ്രിയോ എന്താണെങ്കിലും ആ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവർക്കതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അത് നിങ്ങൾ ഉറപ്പായിട്ടും അന്വേഷിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പം അവർക്ക് ജോലി കിട്ടാതെ അലയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആ കോഴ്സിന് പോയിട്ട് ചെയ്യാനൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു അഭിപ്രായം നിങ്ങൾ തേടാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ള സ്ഥാപനങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിക്രൂട്ടേഴ്സൊക്കെ വരുന്ന സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനും സാധ്യത കൂടും. അപ്പം ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് കോഴ്സാണെങ്കിലും, ഇപ്പം ഈവൻ MBBS ആണെങ്കിൽ പോലും മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമൊക്കെയുള്ള ഇപ്പം
നമ്മുടെ സർക്കാർ കോളേജുകളിൽ പോലും എല്ലാ വർഷമൊക്കെ അംഗീകാരത്തിന് വേണ്ടി വരുമ്പോൾ ചില അംഗീകാരമൊക്കെ പോകുന്നത് കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഏത് കോഴ്സാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ അംഗീകാരം ഈ സ്ഥാപനങ്ങൾക്കുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു കോഴ്സിനും നമ്മൾ ചേരാൻ പാടുള്ളൂ. താങ്ക് യു.